ഹലോ എല്ലാവർക്കും എൻ്റെ പുതിയൊരു വ്ളോഗിലേക്ക് സ്വാഗതം. ഹേ ഗായ്സ്, അങ്ങനെ വീണ്ടും കിച്ചണിൽ പണിക്ക് വന്നേക്കാണ് ഞാൻ. എല്ലാവർക്കും ഒരു പുതിയൊരു കിച്ചൺ വ്ളോഗിലേക്ക് സ്വാഗതം. അങ്ങനെ രാവിലെ 7 മണിക്ക് വന്നാണ്. രാവിലെ തന്നെ ഞങ്ങൾ ചിക്കന്റെ ഗ്രേവി അടുപ്പത്ത് കയറ്റിയുണ്ട്. അജയാണെങ്കിൽ രാവിലെ തന്നെ മിക്സി ആയിട്ടുള്ള ഗുസ്തിപിടുത്തത്തിലാണ്. ഞാൻ ഇവനേക്കാൾ മുന്നേ ഇവിടെ പണി എടുക്കുകയാണെങ്കിലും പക്ഷെ ഇവനാണ് ഇപ്പൊ ഏറ്റവും വലിയ മെയിൻ പണിക്കാരൻ ഇവിടത്തെ. അങ്ങനെ ഗ്രേവി ഒക്കെ അടുപ്പത്ത് കയറ്റി കഴിഞ്ഞ് ഞങ്ങൾ ചായ കുടിക്കാതിരുന്നുണ്ട്. ഞാനും അജയും പുട്ടും കടലും കുത്തി കയറ്റിക്കൊണ്ടിരിക്കുകയാണ് വയറ് നിറയെ. അങ്ങനെ ചായ കൂടിയും കഴിഞ്ഞ് ഈന്തപ്പഴ അച്ചാർ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. ഇതിന് ഇവിടെ പുളിങ്കറി എന്നാണ് ഞങ്ങൾ പറയണത്. നിങ്ങൾ എന്താ പറയണേ? കമന്റ് പറയാൻ മറക്കണ്ട. അങ്ങനെ ഒരു സൈഡിൽ ഈന്തപ്പഴ അച്ചാർ, ഒരു സൈഡിൽ നല്ല ബീഫ് കറി ഇങ്ങനെ തളതളാന്ന് തിളച്ചുകൊണ്ടിരിക്കുക. അങ്ങനെ ആ പണിയൊക്കെ കഴിഞ്ഞ് ഞാൻ എസ് വന്ന് നിൽക്കാണ് ഓയിൽ വാങ്ങാൻ വേണ്ടി. 2 കാൻ ഓയിൽ കൊടുത്ത് സ്കൂട്ടറിലും വെച്ച് ഞാൻ ഇനി സ്കൂട്ടർ ഓടിച്ച് നേരെ കിച്ചണിലേക്ക് പോവാണ്. അങ്ങനെ കിച്ചണിൽ ചെന്ന് ഉരുളി നിറയെ ഓയിൽ നിറച്ചിട്ടുണ്ട്. ഇനി ചിക്കൻ പൊരിക്കലാണ് അടുത്ത പരിപാടി. അങ്ങനെ ഉരുളിക്ക് തിളച്ച് കിടക്കണ എണ്ണയിലേക്ക് ഞാൻ ചിക്കൻ ഇങ്ങനെ കോരി കോരി ഇട്ടുകൊണ്ടിരിക്കുകയാണ്. അത് കിടന്ന് നല്ല തിളക്കുന്നുണ്ട്. അങ്ങനെ ഞാൻ പൊരിച്ച ചിക്കനാണ് ഇങ്ങനെ കിടക്കണത്. അജയാണ് നല്ല അടിപൊളി ബിരിയാണി ഒക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അതൊക്കെ ഒട്ടിച്ച് സെറ്റ് ചെയ്ത് അവൻ കയറ്റി ഇടാൻ വേണ്ടിയുള്ള കാര്യങ്ങളൊക്കെ റെഡി ആക്കി വെച്ചുകൊണ്ടിരിക്കുകയാണ്. പിന്നെ നിങ്ങൾ കാണുമ്പോൾ കുറച്ച് പണികളുള്ളെങ്കിലും നല്ല രീതിയിൽ പണികൾ കിടക്കേണ്ട. ഞാൻ അതൊന്നും വീഡിയോ എടുക്കാനുള്ള കാരണം പണി എടുക്കുകയാണെങ്കിൽ അതിന്റെ ക്ഷീണമാണ് എന്റെ മുഖത്ത്. അങ്ങനെ ഉച്ചയാവാറായതിന്റെ ബീഫ് ഞങ്ങൾ അടുപ്പത്ത് കയറ്റിയുണ്ട്. രാത്രിയിലത്തെ പരിപാടിക്കുള്ള ബീഫാണ് ഈ കിടന്ന് തിളച്ചുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ അജയിനെ ബീഫിന്റെ അവിടെ നിർത്തിയിട്ട് ഞാൻ ചോറിനാൻ വേണ്ടി വന്നിരിക്കുകയാണ്. ചിക്കൻ 65ഉം പപ്പടവും പിന്നെ ഒരു കറിയുണ്ട് പേരറിയാത്തത്. പിന്നീടാണ് ഞാനത് മനസ്സിലാക്കിയത് അത് പാവക്കക്കറിയാണെന്ന്. എനിക്കാണ് ഈ പാവക്കക്കറി ഒട്ടും ഇഷ്ടമല്ല. അതിന്റെ സങ്കടത്തിലാണ് ഞാൻ. അവസാനം എല്ലാം സഹിച്ച് ഞാൻ ആ പാവക്കക്കറിയും കൂട്ടി ചോറുണ്ണാണ്. വേറെ ഒരു കറിയില്ല, ബീഫാണ് അടുപ്പത്ത് കിടക്കണുള്ളൂ. അത്യാവശ്യം ചെറിയൊരു കയ്പും ഉണ്ടായിരുന്നു അതിന്. പിന്നെ ഞാൻ അതൊക്കെ അവോയ്ഡ് ചെയ്തങ്ങ് കഴിച്ചു. പിന്നെ കിച്ചണിൽ പണിയെടുക്കാൻ അഷ്റൂഖിന്റെ ബഷീർക്കുണ്ട്. ഇവർ രണ്ടുപേരാണ് ഈ കാറ്ററിംഗിന്റെ ഓണേഴ്സ്. ബഷീർക്കാണ് ബീഫിന്റെ ചെമ്പുമായിട്ട് ഗുസ്തി പിടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ ഇളക്കല്ലാണ്. ഞാനാണ് ഈ അപ്പുറം സവാള കട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് സാലഡിന് വേണ്ടി. മിഷീനിൽ കട്ട് ചെയ്യാനും വലിയ പാടില്ല. മിഷീനിലേക്ക് തക്കാളി സവാള ഇടാതെ അത് താത്ത നേരെ അപ്പുറത്ത് നല്ല പാകത്തിനുള്ള കഷ്ണമായിട്ട് സവാള എരിഞ്ഞു വരും. ഹേ ഗൈസ്, സമയം 4:30 ആവാറായി. പണിയെടുത്ത് വയ്യ. സത്യം പറഞ്ഞാൽ വ്ളോഗ് എടുക്കാനുള്ളൊരു മൂടേ ഇല്ല. പണിയെടുക്കാൻ നേരത്ത് പണിയെടുത്ത് ആകെ വയ്യാണ്ടിരിക്കുമ്പോൾ ഞാൻ ഇടയ്ക്കിടയ്ക്ക് ചെറിയ ക്ലിപ്സ് എടുത്തതിൽ വോയിസ് ഓവർ കൊടുത്താണ് നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. പണിയെടുക്കാൻ നേരത്ത് നമുക്ക് പറ്റില്ലാണ്ടാവും. അമ്മാരി പണിയാണ്. ഇവിടെ ഇപ്പോൾ ഏകദേശം കുറേ പരിപാടി കഴിഞ്ഞു. വൈകുന്നേരം ഒരു 6 മണിയാകുമ്പോഴത്തേക്കും കഴിയുമായിരിക്കും. അതുവരെ ചൂടത്ത് അടുപ്പത്ത് ഇപ്പൊക്കെ കണ്ട് ഇങ്ങനെ നിൽക്കണം. ജീവിക്കാൻ പറഞ്ഞ ഓരോരോ പാടേ. വേറെന്ത് പറയാ. അങ്ങനെ നിങ്ങൾ എന്റെ കഥകളൊക്കെ കേട്ടില്ലേ? ഞാൻ ഇവിടെ ചെമ്പിൽ നല്ല മട്ടൻ കറി ഇളക്കിക്കൊണ്ടിരിക്കുകയാണ്. അടുപ്പിന്റെ മൂട്ടിൽ നിന്ന് നല്ല പുകയടിക്കണ്ട, നല്ല ചൂടടിക്കണ്ട. ഞാൻ ഉരുകാണ് അവിടെ നിന്ന്. അങ്ങനെ വൈകുന്നേരം ആയപ്പോഴത്തേക്കും രാത്രിത്തേക്കുള്ള നല്ല ബീഫ് കറി അടുപ്പത്ത് നല്ല സെറ്റ് കറിയായിട്ട് തിളച്ച് കിടക്കുന്നുണ്ട്. ബീഫ് കറി റെഡി ആയപ്പോഴത്തേക്കും ഞാനും ഉപ്പാട് ഇളകി തുടങ്ങി. എന്റെ കണ്ണിലൊക്കെ ആകെ പുകയൊക്കെ പോയി, ആകെ കണ്ണു അടിച്ചു പോയി, പണ്ടാറടങ്ങി നിൽക്കുകയാണ് ഞാൻ. അങ്ങനെ വൈകുന്നേരത്തെ പരിപാടിക്കുള്ള ബീഫ് കറിയൊക്കെ ചോന്നെടുത്തുകൊണ്ട് പോവാണ് സൈഫുമോനാണ് കിച്ചണിലെ മെയിൻ ഡ്രൈവർ. ഒമിനിയുടെ അകത്തേക്ക് എല്ലാ സാധനങ്ങളും സൈഫ് കയറ്റി വെച്ചിട്ടുണ്ട്. അഷ്റഫിക്കാണ് കൃത്യമായി കാര്യങ്ങളൊക്കെ വിളിച്ച് ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇത് എങ്ങോട്ടാണ് കൊണ്ടു ചെല്ലേണ്ടത്, എവിടെയാണ് എത്തിച്ചു തരേണ്ടതെന്നൊക്കെ. അങ്ങനെ സൈഫുവിന് വഴിയും കാര്യങ്ങളൊക്കെ പറഞ്ഞ് സൈഫ് പടിയായുണ്ട് കിച്ചണിൽ നിന്ന്. അപ്പോഴും എന്റെ പണി കഴിഞ്ഞാലുള്ള ചെറിയ ഓരോരോ വർക്ക് ഇനിയും കിടക്കുകയാണ്. ഞാൻ ബീഫ് ഇളക്കിക്കൊണ്ടിരിക്കുകയാണ് ഉരുളിയിലെ. അങ്ങനെ അവസാനം 12.5 മണിക്കൂറത്തെ വർക്കിന് ശേഷം 7:45 ആവാറായപ്പോഴത്തേക്കും ഞാൻ വീട്ടിൽ പോവാണ്. അങ്ങനെ ഫൈനലി ഞാൻ വീട്ടിലൊന്നും എന്റെ കണ്ണൊക്കെ ഇരിക്കണാണ്ടാ. ഉറക്കം വന്ന് പണിയെടുത്ത് പറ്റില്ലാണ്ടായിട്ട് ഇരിക്കണാണോ ഞാൻ. കുളിക്കുക, കിടക്കുക, ഉറങ്ങുക പറ്റില്ല, ഒട്ടും വയ്യ. അപ്പൊ എല്ലാവർക്കും ബൈ ഗൈസ്, ബൈ. ലൈക്കും സബ്സ്ക്രൈബും കൂടി ചെയ്തേരെ.